നമസ്തേ. ഹംസപക്ഷത്തിന്റെ അടുത്ത വിനിയോഗം നോക്കാം. കപോല. കപോല കവിൾത്തടമാണ്. കവിൾത്തടം നമ്മൾ മുദ്രയിൽ ഇങ്ങനെ ചെയ്യും. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. കപോല. മംസ. മംസ എന്ന് പറഞ്ഞാൽ ഷോൾഡർ ആണ്. ഷോൾഡർ അതായത് തോള്, ആ ഭാഗം കാണിക്കുന്നു. മംസ. കേശശ്ച. കേശശ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി ഇങ്ങനെ എടുത്ത് വിതർന്നായിട്ട് കാണിക്കാം. പിന്നെ ഇങ്ങനെ നമ്മൾ മുടി കാണിക്കാറുണ്ടല്ലോ, അതൊക്കെ കാണിക്കാം. കേശശ്ച. അപ്പോ കപോല, മംസ, കേശശ്ച, വിധേയ. വിധേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധേയനായിട്ടുള്ള, അപ്പൊ ആ ഒരു എളിമ മുഖത്ത് കാണിക്കണം. വിധേയ. അനുഗ്രഹോ. അനുഗ്രഹം അനുഗ്രഹിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞിരുന്നു ഉപവർഗം. ഉപവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, വരം കൊടുക്കുക എന്നുള്ളതാണ്. അനുഗ്രഹം ഇത്. അപ്പൊ നമ്മൾ ഒരു ഐറ്റത്തിലൊക്കെ വരുമ്പോൾ വരം കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ് കാണിക്കുന്നത്. അല്ല, നമ്മൾ ഈ വിനിയോഗത്തിൽ വരുമ്പം അനുഗ്രഹം ഡയറക്റ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. അനുഗ്രഹോ, വിധേയ, അനുഗ്രഹോ, മുനി. ഇങ്ങനെ കാണിക്കും. രണ്ട് കയ്യിൽ ഹംസപക്ഷം പിടിച്ചിട്ട് മുനി.